വെൽക്കം ടു എഡ്യൂബോർഡ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ് 6ൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ചിത്രവാചൻ കരേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കി അല്ലെ, ഇതാ നോക്കിക്കോ, നല്ല അടിപൊളി ചിത്രമാണ് അല്ലെ. ആ ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. നോക്കാം. ചിത്ര के अनुसार वाक्यों को क्रम से लिखे. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ ക്രമമായി എഴുതുക. ഇപ്പൊ ദാ നിങ്ങൾക്ക് നോക്കാം അല്ലെ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 എന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ. ബില്ലി കോ ദേഖ്കർ ചൂഹ ഭാഗ് ഗയാ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ കാണാതെ എന്തെങ്കിലും പഠിക്കേണ്ടതോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരതായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വളരെ രസമായിട്ട് ഇതൊന്ന് വായിക്കുക, എന്നിട്ട് ഇത് ഏതാണ്, ഇത് ഏതൊക്കെയാ ചിത്രമാണ്, ഇത് ഏത് ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നോക്കുക, എഴുതാം. അപ്പൊ നോക്കിക്കോളൂ. ബില്ലി കോ ദേഖ്കർ ചൂഹ ഭാഗ് ഗയാ. പൂച്ചയെ കണ്ട സമയത്ത് നമ്മുടെ എലി ഓടിപ്പോയി. അത് ഏത് ചിത്രത്തിലാണ്? ഏത് ചിത്രത്തിലാ നോക്കിക്കേ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? യെസ്, നമ്മുടെ 4ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. അതുപോലെ അടുത്തത് നോക്കൂ. ഭൂഖേ ചൂഹേക്കോ എക് പെൻസിൽ മിലി. വിശന്നിരിക്കുന്ന നമ്മുടെ എലിക്കുട്ടന് ഒരു പെൻസിൽ കിട്ടി. ഏത് ചിത്രത്തിലാ? 1ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. 1ാമത്തെ ചിത്രത്തിലാണ്. അടുത്ത് നോക്കൂ. പെൻസിലിനെ കഹാ മുझे छोड़ दो मैं तुम्हारे लिए ചിത്ര ഖീഞ്ച് ലൂംഗാ. പെൻസിൽ പറഞ്ഞു, നീ എന്നെ വെറുതെ വിടൂ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരച്ചു തരാം എന്ന് പറഞ്ഞു. അത് ഏത് ചിത്രത്തിലാ മക്കളെ? 2ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. അതുപോലെ പെൻസിൽ ചിത്ര ഖീഞ്ചിനെ ലഗി. പെൻസില് ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങി. ഏത് ചിത്രത്തിലാ? 3ാമത്തെ ചിത്രത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ഭയങ്കര എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിത്രത്തിലുള്ള സാധനങ്ങൾ, ഈ ചിത്രത്തിന്റെ ഓരോ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ വിവരണം താഴെ ഒരു 1 ലൈനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഏത് ചിത്രത്തിലേതാണ്, ഏത് വരിയിലേതാണ് എന്നുള്ളത് ഒന്ന് നോക്കുക, എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതുക? 1, 2, 3, 4 എന്ന് കൊടുത്ത് 1ാമത്തത് എന്താണ്? ഭൂഖേ ചൂഹേക്കോ അല്ലെ. 1ാമത്തെ ആ ഒരു ചിത്രത്തിലെ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളത് ഇതാ ഇവിടെ ഉണ്ട്, അത് അങ്ങനെ എഴുതുന്നു. 2 ഇതാ ഇങ്ങനെ എഴുതുക, 3 എഴുതുക, 4 എഴുതുക, കംപ്ലീറ്റ് ആക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ. സെയിം അതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. ചിത്രക്കോ പെഹചാനെ ഓർ നീച്ചെ കെ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ചിത്രങ്ങൾ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പൊ നോക്കിക്കോളൂ. ചിത്രയ്ക്ക് അനുകൂൽ വാക്യോं को क्रम से लिखे എന്ന് പറഞ്ഞിട്ടുണ്ട്. കുത്തേ കെ മുഹ് സെ ഹഡ്ഡി നീച്ചെ പാനി മേ ഗിരി. പട്ടിയുടെ വായിൽ നിന്ന് എല്ലിന്റെ കഷ്ണം താഴെ വെള്ളത്തിലേക്ക് വീണു. ഏത് ചിത്രത്തിലാണ്? നോക്കിക്കോളൂ. ഏത് ചിത്രത്തിലാണ്? 1ാമത്തെ ചിത്രത്തിലാണോ 2ാമത്തതാണോ 3ാമത്തതാണോ 4ാമത്തതാണോ? 4ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. അടുത്ത നോക്കൂ. കുത്ത ഹഡ്ഡി ലേക്കർ പുൽ പാർ കർ രഹാ ഥാ. കുത്ത നമ്മുടെ പട്ടി ഈ എല്ലിന്റെ കഷ്ണം വെച്ചിട്ട് എന്തായിരുന്നു? പാലം കടക്കുകയായിരുന്നു. ഏത് ചിത്രത്തിലാ മക്കളെ? ഏത് ചിത്രത്തിലാ? നോക്കിക്കേ, 2ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. അടുത്ത നോക്കൂ. കുത്തേക്കോ എക് ഹഡ്ഡി മിലി. നമ്മുടെ പട്ടിക്ക് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി. ഏത് ചിത്രത്തിലാണ്? 1ാമത്തെ ചിത്രത്തിലാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് പാനി മേ അപ്നി ഛായ ദേഖ്കർ കുത്ത ഭോക്നെ ലഗ. പാനിയിലെ വെള്ളത്തിൽ അവന്റെ പ്രതിച്ഛായ കണ്ടിട്ട് അവൻ കുരയ്ക്കാൻ തുടങ്ങി. ഏത് ചിത്രത്തിലാ? ഈ 3ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലത്തെ ചിത്രങ്ങൾ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും കഥയുടെ ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.